ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 32 വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. നവംബർ മാസം 16 പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച ഭാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയ്ക്കലെത്തിയവർക്ക് യേശുവിന്റെ ശരീരം കാണുവാൻ സാധിച്ചില്ല. അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് തമ്മിൽ തർക്കിച്ചുകൊണ്ട് മുഖവാട്ടത്തോടെ നിരാശയോടെ പോകുമ്പോൾ ആ യാത്രയിൽ അവരോട് ചേർന്ന് നടക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയരെ, നമ്മുടെ വേദനയിൽ, ഭാരത്തിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകലാത്ത ചേർന്ന് നടക്കുന്ന ഒരു നല്ല സ്നേഹിതൻ നമുക്കായിട്ടുണ്ട്. ആ സ്നേഹത്തെ പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയാതെ ലോകത്തിൻ്റെ നേട്ടങ്ങളോടും സ്ഥാനമാനങ്ങളോടും ചേർന്ന് നടക്കുവാൻ നാം ഇഷ്ടപ്പെടാറുണ്ടല്ലോ. പ്രവൃത്തിയില്ലാത്ത വാക്കുകളും പ്രാർത്ഥനയും വിശ്വാസവും മുറുകെ പിടിക്കുന്ന നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗീയ ദേശത്തിൻ്റെ അവകാശമാണ്. കുഞ്ഞാന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ദിനംതോറും നമ്മെ കാത്തുപരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, അതോടൊപ്പം തന്നെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് കഴിയണം. അവിടുന്ന് നമ്മോട് ചേർന്ന് നടക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവൻ കൂടിയാണ്. നമ്മുടെ വാക്കുകൾ ഓരോ ദിനവും എങ്ങനെയുള്ളതാണെന്ന് നാം വിലയിരുത്തണം. കർത്താവിന് പ്രസാദമായതാണോ എന്ന് അനുദിനം ചിന്തിക്കണം. ദാവീദിനെ പോലെ ദിനംപ്രതി നാം പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന്. പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തുവാൻ ഇടയാകട്ടെ. അരുമനാഥനോട് ചേർന്ന് തിരുവെഴുത്തുകളെ ദിനംപ്രതി പഠിക്കാം. പ്രകാരം നാം ചെയ്യുമ്പോൾ നമ്മുടെ അന്ധകാരം മാറി ജീവിതം പ്രകാശപൂരിതമാകുന്നു. സമയം പാഴാക്കാതെ ജീവനുള്ള തിരുവചനങ്ങൾ പഠിച്ച് അനുസരിച്ച് നമ്മോട് ചേർന്ന് നടക്കുന്ന കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് സ്വർഗീയ കനാലിലേക്ക് കർത്താവ് നമ്മെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മിൽ ആരും നഷ്ടമായി പോകരുതെന്നും, ന്യായവിധി ദിവസത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടതായിരിക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങാം. കർത്താവിന് പ്രസാദകരമായ ജീവൻ നയിച്ച് കർത്താവിനോട് ചേർന്ന യാത്ര തുടരാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കൊരു നല്ല പ്രഭാതം കൂടെ തന്നല്ലോ. ഞങ്ങളെ ഇന്നയോളം നടത്തിയല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും തന്നല്ലോ. ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. ഈ മഹാമാരിയുടെ നടുവിലും അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ, അകലാത്ത നല്ല സ്നേഹിതന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിയാട് രോഗമോ ക്ഷീണമോ പ്രയാസമോ ഭാരമോ ഒക്കെ ഉള്ളവര് ഇന്ന് വചനം ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ അകലാത്ത സ്നേഹിതന്റെ നല്ല സ്നേഹം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഏവരെയും സഹായിച്ചാട്ടെ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ
സന്തോഷം എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയ, തീർന്നു എന്നാദ്യം നീങ്ങിരാവും ഇരുട്ടിൻ പാശം അറുത്തു ജീവപ്രകാശം കാണുന്നു ഞാൻ. യേശു എൻ സ്വന്തം ഹല്ലേലൂയ, എന്നൂടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതാ.